സുഹൃത്തുക്കളെ നമസ്കാരം. അങ്ങനെ ഏറ്റവും പുണ്യമാർന്ന ആ ഒരു രാമായണ മാസം 1-ാം തീയതിയാണെന്ന്, കർക്കിടകം 1-ാം തീയതി രാവിലെ തന്നെ പതിവ് 1-ാം തീയതി ചടങ്ങുകളൊക്കെ നിർവഹിച്ചു. എൻ്റെ നാട്ടിലുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രം സന്ദർശനം ചെയ്ത് ഒരു 6 മണിയോട് കൂടിയിട്ട് സന്ദർശനം ചെയ്തിട്ട് ഞാൻ ക്ഷേത്രത്തിൽ നിന്നിട്ടാണ് മറ്റു ക്ഷേത്രങ്ങളിലേക്കുള്ള എണ്ണാത്തിരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കർപ്പൂരങ്ങളൊക്കെ മേടിച്ച് നേരെ വെഞ്ഞാറമൂട്, തിരുവനന്തപുരം വെഞ്ഞാറമൂടുള്ള എൻ്റെ കുടുംബ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിലെത്തുന്നതിന് മുൻപ് മറ്റൊരു ദേവീക്ഷേത്രമുണ്ട്. എല്ലാ തവണയും ഞാൻ അവിടെ ഇറങ്ങും. അവിടെ ശിവനുണ്ട്, അതുപോലെ ഭുവനേശ്വരി, പാർവതി, അങ്ങനെ സർവ്വ ദേവീദേവന്മാരുണ്ട്. ശിവന് ഞാനൊരു ധാര 1-ാം തീയതി തന്നെ കഴിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ പറയുന്ന സർവ്വ വഴിപാടുകളും ഞാൻ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്യാം. അവിടെ ഗണപതി ഹോമം നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് അധിക സമയം അവിടെ നിൽക്കേണ്ടി വന്നു. ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ കഴിച്ചു. ശേഷം നേരെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അവിടെയും ചില വഴിപാടുകൾ കഴിപ്പിച്ചു. എല്ലാ ക്ഷേത്രത്തിലും നെയ്വിളക്ക് നടത്തി. അതിനുശേഷം നേരെ നാട്ടിൽ വന്നിട്ട് വയലിൽ ആയിരവല്ലി ക്ഷേത്രം, ശിവപാർവതി ക്ഷേത്രം, ഈ 2 ക്ഷേത്രങ്ങൾ അത് അടുത്തടുത്ത് തന്നെയാണ്. ഈ 2 ക്ഷേത്രങ്ങളിലും തിരികൊളുത്തി, അതിനോടൊപ്പം തന്നെ കർപ്പൂരം കൊളുത്തി പ്രാർത്ഥിച്ചു. ശേഷം നേരെ നമ്മുടെ കുന്നിൽ ആയിരവല്ലി ക്ഷേത്രത്തിലേക്ക് വന്നു. ഇവിടെയും വിളക്കെല്ലാം കൊളുത്തി, കർപ്പൂരം കൊളുത്തി നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാ 1-ാം തീയതിയും പോലെ ഈ ഒരു 1-ാം തീയതിയും വളരെ ഐശ്വര്യസമ്പൂർണ്ണമായി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ക്ഷേത്രം ഈ ഒരു കർക്കിടകം ആദ്യ ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ 1-ാം തീയതി സന്ദർശനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സന്ദർശനം ചെയ്യാം. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. കർക്കിടകം എന്ന് പറയുന്നത് തീർത്തും ഒരു പുണ്യമാസമാണ്. ആ പുണ്യമാസമായിട്ട് തന്നെ അതിനെ കരുതുക, ആചരിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സർവ്വവിധമായ ഐശ്വര്യവും നന്മയും പുലരും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ രാമായണ മാസ ദിന ആശംസകൾ. നന്ദി.